ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. SN ഓട്ടോമൊബൈൽസ് നെടുമങ്ങാട് എന്ന് പറയുന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇത് ടൊയോട്ട അൾട്ടിസ് കൊറോള അൾട്ടിസ് ആണ്. 2010 മോഡലാണ്. ഈ ഒരു വാഹനം പെട്രോൾ വേരിയൻ്റ് ആണ്. നമുക്ക് വാഹനത്തിന് വർക്കായിട്ട് വന്നതെന്ന് വെച്ചാൽ ക്ലച്ചാണ് മെയിനായിട്ടുള്ള വിഷയം. ക്ലച്ച് നല്ല ഹാർഡാണ്, അതുപോലെ തന്നെ ഗിയർ ടൈറ്റും ഉണ്ട്. പിന്നെ സസ്പെൻഷൻ ചെറുതായിട്ട് നോയ്സ് ഉണ്ട്. ഇത് BVTi ആണ് കേട്ടോ ഇത് വരുമ്പോൾ. അപ്പം വേരിയബിൾ വാൾവ് ടൈമിംഗ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പെട്രോൾ വേരിയൻറ്റിൽ കൊറോള അൾട്ടിസ് 2010 മോഡൽ. അപ്പോൾ ഇത് ഫുൾ ഓപ്ഷനാണ്. എയർ ബാഗൊക്കെ വരുന്ന അന്നിറങ്ങിയ മോഡലിലെ ഫുൾ ഓപ്ഷൻ. അത്യാവശ്യം നല്ല കെയർ ചെയ്ത് ഓടുന്ന വാഹനമാണ്. 1,09,566 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ടൈറ്റാണ് കേട്ടോ, നല്ല ഹാർഡാണ്. അപ്പം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലച്ച് ഫസ്റ്റ് ഗിയർ ഇട്ട് കാലെടുത്ത് ഫുൾ എടുത്താൽ മാത്രമേ വണ്ടി മൂവ് ആവത്തുള്ളൂ. അപ്പോൾ ക്ലച്ച് തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ക്ലച്ച് ഇളക്കണം, അതുപോലെ തന്നെ സസ്പെൻഷൻ ചെറിയ ടിക്കുന്ന സൗണ്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ലിങ്ക് റോഡ്, ബാലൻസ് റോഡ്, ബുഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കംപ്ലയിൻറ്റ്. സ്റ്റെബിലൈസർ, ലിങ്ക് റോഡ്, പിന്നെ ഹാൻഡ് ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, ഫുള്ളായിട്ട് മൊത്തം ഒന്ന് ചെക്കപ്പ് ചെയ്യണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നേരെ നമുക്ക് വർക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഗിയർ ബോക്സ് ഇളക്കണമെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ഇളക്കണം. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് വരുന്നത്. പിന്നെ നമുക്ക് ഗിയർ ഓയിൽ മാറണം, ക്ലച്ച് റിലീസ് ബെയറിംഗ്, ക്ലച്ച് സ്ലാബ് സിലിണ്ടർ നോക്കാം. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനോടൊപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വിടുന്നു. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേറെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1800 cc വരുന്ന VVTi 16 വാൽവുള്ള വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്ന് പറയുന്ന ഈ ഒരു പെട്രോൾ എഞ്ചിനാണ്. അത് അത്യാവശ്യം നല്ല പുള്ളിങ്ങാണ് കേട്ടോ. മൈലേജ് അത്ര വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഒരു 12-15 മാക്സിമം പോയി ഒരു 15 അതിനകത്തൊക്കെ മൈലേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലച്ച് മാറണമെങ്കിൽ ഈ ഒരു സ്ലാബ് സിലിണ്ടർ, അതുപോലെ തന്നെ മൗണ്ടിങ്, ഗിയർ ബോക്സിൻ്റെ ആക്സിൽ, സസ്പെൻഷൻ്റെ കാര്യം, എയർ ഫിൽറ്റർ, ബാറ്ററി, ഇതെല്ലാം ഇളക്കി മാറ്റിയാലും നമുക്ക് ക്ലച്ച് മാറാൻ കഴിയത്തുള്ളൂ. സസ്പെൻഷൻ നോയ്സ് നമുക്ക് റാമ്പിലിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ഹൈഡ്രോളിക് വഴിയാണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വഴിയാണ് ക്ലച്ച് സ്ലാബ് സിലിണ്ടറും ക്ലച്ച് MC എന്ന് പറയുമ്പോൾ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ, ആ രണ്ട് വഴിയായിരിക്കും ക്ലച്ച് ഓഫായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗിയർ ബോക്സ് ഒക്കെ ഇളക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കി എങ്ങനെയാണെന്ന് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫിംഗർ ടൈറ്റ് കൊണ്ടാണ് ഇതിൻ്റെ ക്ലച്ച് ടൈറ്റ് വരുന്നതും, അതുപോലെ തന്നെ ഗിയർ ടൈറ്റും ക്ലച്ച് തീർന്ന ഒരു അവസ്ഥ ഉണ്ടായതും. അപ്പോൾ നമുക്ക് നേരെ ഇതെല്ലാം ഇളക്കിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ സസ്പെൻഷനും അതുപോലെ തന്നെ ചുറ്റ് ബോൾട്ട്, ഫൗണ്ടേഷൻ, സ്ലാബ് സിലിണ്ടർ, ഗിയർ ഓയിൽ, ആക്സിൽ ഇതെല്ലാം ഇളക്കിയതിന് ശേഷം നമ്മൾ ഗിയർ ബോക്സ് ഇളക്കി മാറ്റിയതായി കാണുന്നതാണ് ടൊയോട്ട കൊറോള അൾട്ടിസിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതായി കാണുന്നതാണ് ഇതിൻ്റെ ഷിഫ്റ്ററും സെലക്ടറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഇതിങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ ഷിഫ്റ്ററും സെലക്ടറിലും ഈ രണ്ട് കേബിൾ വഴി ഇതുപോലെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എല്ലാ ഗിയറും വർക്ക് ചെയ്യുന്നത് ഇതുവഴിയായിരിക്കും. കണ്ടോ, റിവേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, റിവേഴ്സ്, പിന്നെ 5ാമത്തെ ഗിയർ, ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ സ്പീഡോമീറ്റർ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABS വരുന്നതുകൊണ്ട് സ്പീഡോമീറ്റർ ഗിയർ ബോക്സിൽ കട്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ABSൻ്റെ കണക്ഷൻ ഇതായി കാണുന്നതാണ്. നമുക്ക് ക്ലച്ച് നമ്മൾ ഇളക്കിയെടുത്തില്ല, വാഹനത്തിൽ ഫിക്സഡ് ആണ്, നമ്മൾ ഇളക്കിയെടുക്കാൻ വേണ്ടി പോകുന്നു. ഇതിൽ 4 വരെ ബാക്കിലോട്ട് തള്ളിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ക്ലച്ച് തീർന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ എൻ്റെ ഫിംഗർ എല്ലാം കൂടി നല്ല ടൈറ്റാണ്. ഫിംഗർ ടൈറ്റ് വന്നു കഴിഞ്ഞാലാണ് ക്ലച്ച് പെടലിൽ ഫീൽ ആവുന്നത് ടൈറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിത് ഇളക്കിയെടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനോടൊപ്പം അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. സ്ലാബ് സിലിണ്ടർ വഴി വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡ്രൈവ് വരുന്ന വാഹനത്തിന് ഏകദേശം ഇതെല്ലാം സെയിം ആയിരിക്കും. ചിലത് ഹൈഡ്രോളിക് വഴിയും ചിലത് ക്ലച്ച് കേബിൾ വഴിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. പെട്രോൾ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം ഹൈഡ്രോളിക് വഴിയായിരിക്കും. പഴയ മോഡൽ വാഹനങ്ങളെല്ലാം കേബിൾ വഴിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. പെട്രോൾ വാഹനങ്ങൾ ഡീസലിൽ കുറച്ച് ടൈറ്റ് കൂടുതൽ കാരണം കേബിൾ വരാൻ സാധ്യത കുറവായിരിക്കും. കേബിളുള്ള വാഹനങ്ങളുണ്ട്, അപ്പം കൂടുതലും ഹൈഡ്രോളിക് വഴിയായിരിക്കും ഡീസൽ വാഹനങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലച്ച് നമുക്ക് ഇളക്കിയെടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ക്ലച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ക്ലച്ച് ഡിസ്കും അസംബ്ലി എന്ന് പറയുമ്പോൾ പ്രഷർ പ്ലേറ്റ്. പക്ഷേ ഈ ഒരു ക്ലച്ച് ഡിസ്കിന് കുഴപ്പം കാണുന്നില്ല. ക്ലച്ച് ഡിസ്ക് ഒരു ഹാഫ് കണ്ടീഷൻ ഓടാനുണ്ട്. എന്നാലും ഇതിൻ്റെ പ്രഷർ പ്ലേറ്റാണ് വില്ലൻ. എന്ന് വെച്ചാൽ പ്രഷർ പ്ലേറ്റാണ് ഇതിലുള്ള ടൈറ്റ് കാരണം ഗിയർ ടൈറ്റ് വന്നത്. അപ്പോൾ പ്രഷർ പ്ലേറ്റിൻ്റെ ഈ ഒരു ഫിംഗറെല്ലാം നല്ല ടൈറ്റ് വന്നത്. ഈ ഒരു ഫിംഗർ ഇതിൻ്റെ ടൈറ്റ് കാരണമാണ് ഗിയർ ടൈറ്റ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും കൂടി എക്സ്രി എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. എക്സ്രി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ ഒരുപാട് വാഹനത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5400 കൊറോള അൾട്ടിസ് പെട്രോളിൻ്റെ റേറ്റ്. ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. കൊറോള അൾട്ടിസ് പെട്രോളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും നോക്കാം. അതിനോടൊപ്പം റിലീസ് ബെയറിംഗ് നമ്മൾ തിരക്കി നോക്കിയപ്പോൾ റിലീസ് ബെയറിംഗ് ഒരിടത്ത് സ്റ്റോക്കില്ല, കുറഞ്ഞ കമ്പനിയൊക്കെ ഉള്ളൂ. അങ്ങനെ കുറഞ്ഞ കമ്പനി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ
പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാം, അതുപോലെ തന്നെ സൗണ്ട് വരാം, വീണ്ടും ഗിയർ ബോക്സ് ഇളക്കണം. അതുപോലെ അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിലുള്ള റിലീസ് ബെയറിംഗ് എല്ലാം ഒറിജിനൽ പാർട്സാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിന് എല്ലാം ജെനുവിനാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ റിലീസ് ബെയറിംഗ് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. നമ്മൾ കറക്കി നോക്കിയപ്പോഴും ഇളക്കി നോക്കിയപ്പോഴും ഒരു കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ റിലീസ് ബെയറിംഗ് നമ്മൾ ഇത് തന്നെ നമ്മൾ ഗ്രീസൊക്കെ തേച്ച് നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും ഗിയർ ബോക്സിൽ. അപ്പോൾ റിലീസ് ബെയറിംഗ് ഇത് ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പ്രഷറായിട്ട് തള്ളി വിടുമ്പോൾ പ്രഷർ പ്ലേറ്റിൽ ക്ലച്ച് ഡിസ്ക് ഫ്രീ ആവുകയും ഗിയർ വീഴുകയും ഇതിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ റിലീസ് ആവുകയും ഈ ഒരു ഫിംഗറെല്ലാം ബാക്കിലോട്ട് റിലീസാകുമ്പോൾ ക്ലച്ച് ഡിസ്കുമായിട്ട് ടൈറ്റായി ഫ്ലൈ വീലിൽ ടൈറ്റായി വീലിലോട്ട് കറക്കം കിട്ടിയാണ് വണ്ടി മൂവ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം.